ഹായ് എവ്രി വൺ, വെൽക്കം ടു ഏജ് യു വൈബ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഴാൻ ലൂയിസ് ബൗഡ്രിയുടെ ഐഡിയോളജിക്കൽ ഇഫക്ട്സ് ഓഫ് ദി ബേസിക് സിനിമാറ്റോഗ്രാഫിക് അപ്പാരറ്റസ് എന്ന എസ്സേയാണ്. ഴാൻ ലൂയിസ് ബൗഡ്രി ഫ്രഞ്ച് നോവലിസ്റ്റാണ്, ലിറ്റററി ക്രിട്ടിക്കാണ്, സൈക്കോ അനലിസ്റ്റാണ്. ആൻഡ് ഹി ഗിവ്സ് അറ്റൻഷൻ ടു ലൂയിസ് ആൽത്തുസേഴ്സ് കൺസെപ്റ്റ്. ലൂയിസ് ആൽത്തുസർ is a Marxist. He is a Marxist literary critic. Ideology represents the imaginary relationship of individual to the real condition of existence, largely determined by the institutions such as church, legal system, education. എസ്സേയിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് 2 types ഓഫ് ഐഡിയോളജിക്കൽ സ്റ്റേറ്റ് അപ്പാരറ്റസിനെ കുറിച്ച് പഠിക്കാം. ഹാവ് ഐഡിയോളജിക്കൽ സ്റ്റേറ്റ് അപ്പാരറ്റസ് ആൻഡ് റിപ്രസീവ് സ്റ്റേറ്റ് അപ്പാരറ്റസ്. ഈ ഐഡിയോളജിക്കൽ സ്റ്റേറ്റ് അപ്പാരറ്റസിലാണ് ചർച്ച്, ലീഗൽ സിസ്റ്റം ആൻഡ് എഡ്യൂക്കേഷൻ ഇതൊക്കെ വരുന്നത്. റിപ്രസീവ് സ്റ്റേറ്റ് അപ്പാരറ്റസിൽ വരുന്നത് മിലിറ്ററി, പോലീസ് അങ്ങനത്തെയൊക്കെയാണ്. ഈ ഐഡിയോളജിക്കൽ സ്റ്റേറ്റ് അപ്പാരറ്റസ് ആണ് എപ്പോഴും ഇഫക്റ്റീവ് ആയിട്ടുള്ളത്. ബിക്കോസ് നമ്മൾ പോലും അറിയാതെയാണ് നമ്മളിൽ ഓരോ ഐഡിയോളജീസ് ഇൻജെക്റ്റ് ചെയ്യപ്പെടുന്നത്. അത് നാച്ചുറലായിട്ട് അങ്ങനെ സംഭവിച്ചു പോകും. നേരെ മറിച്ച് റിപ്രസീവ് സ്റ്റേറ്റ് അപ്പാരറ്റസ് ആണെങ്കിൽ ഫോഴ്സ്ഫുള്ളിയാണ് നമ്മളെ കൊണ്ട് എല്ലാം ചെയ്യിപ്പിക്കുകയും ഒരു ഐഡിയോളജി നമ്മളിലേക്ക് ഇൻജെക്റ്റ് ചെയ്യുകയും ചെയ്യുന്നത്. സോ റിപ്രസീവ് സ്റ്റേറ്റ് അപ്പാരറ്റസിനേക്കാളും എപ്പോഴും ഐഡിയോളജീസ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ബെറ്റർ ഐഡിയോളജിക്കൽ സ്റ്റേറ്റ് അപ്പാരറ്റസ് ആണ്. ഇൻ ദിസ് എസ്സേ ബൗഡ്രി talk about cinema as an ideological state apparatus. Bowdry considered Hollywood cinema as ideological state apparatus and it upholds privileges of bourgeois class. സിനിമ ഒരു ഐഡിയോളജിക്കൽ സ്റ്റേറ്റ് അപ്പാരറ്റസ് ആണെന്നാണ് പറയുന്നത്. വളരെ ശരിയാണല്ലേ. നമ്മൾ പോലും അറിയാതെ നമ്മൾ ഓരോ മൂവീസ് കാണും തോറും നമ്മളുടെ മൈൻഡിലേക്ക് ചില പ്രത്യേക തരം ഐഡിയോളജീസ് ഇൻജെക്റ്റ് ആവുന്നുണ്ട്. അതുപോലെ ബൗഡ്രി പറയുന്നത് ഹോളിവുഡ് സിനിമ എന്ന് പറയുന്നത് ഐഡിയോളജിക്കൽ സ്റ്റേറ്റ് അപ്പാരറ്റസിന് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണെന്നാണ്. എന്ന് വെച്ചാൽ ഹോളിവുഡ് സിനിമയിൽ മുഴുവനുള്ളത് ബൂർഷ്വാസിൻ്റെ ഇൻട്രസ്റ്റ് ആണ്. അവരുടെ ലൈഫ് സ്റ്റൈൽ, അവരുടെ പ്രിവിലേജസ് ഇതൊക്കെയാണ് അതിലുള്ളത്. സോ ഇറ്റ് അഫക്ട്സ് അസ്. ഐഡിയോളജി ക്യാൻ ബി കൗണ്ടേർഡ് ബൈ സയൻസ്. Cinematic apparatus is ideological by the unity of 3 different apparatus. First one is screen mirror and the mirror stage. Second one is the movement, continuity and unity of cinema. Third one is perspective and monocular cinema. നമുക്കറിയാമല്ലേ, നമ്മളിപ്പോൾ ഒരു മൂവി കാണുകയാണെന്ന് വിചാരിക്കുക. അതിൽ ഒരുപാട് സീൻസ് ഉണ്ടായിരിക്കും അല്ലേ. ആ സീൻസിൽ നമുക്ക് ഒരുപാട് ഒബ്ജക്ട്സും അതിൽ കാണാൻ കഴിയും, ഓരോരോ സ്ഥലത്തായിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ആ ഓരോ ഒബ്ജക്ട്സിനും ഓരോരോ പേർപ്പസ് ഉണ്ടായിരിക്കും. ഒരു സാധനവും അതിൽ അൺവാണ്ടഡ് ആയിട്ട് ഉണ്ടാവില്ല. ഓരോന്നിനും ഓരോ പേർപ്പസ് ആയിരിക്കും. ഹി സേസ് ദാറ്റ് ന്യൂ ഫോംസ് ഓഫ് സിനിമ എമോജ് ചെയ്ത് വരണം. ആ സിനിമകൾ ഐഡിയോളജിനെ എക്സ്പോസ് ചെയ്യുന്നതായിരിക്കണം, അല്ലാതെ ഐഡിയോളജി ഇൻജെക്റ്റ് ചെയ്യുന്നതായിരിക്കരുത്. And he begins his essay by establishing cinematic apparatus as a system. It's a set of technical conditions and social practices. And he draws upon the work of Louis Althusser and his idea of ideological state apparatus to argue cinema is such an apparatus that functions to maintain dominant ideologies. These dominant ideologies are not explicitly presented but embedded in the very structure of the cinematic experience. ഇത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ കാര്യമാണ്. ലൂയിസ് ആൽത്തുസറിൻ്റെ കൺസെപ്റ്റായിട്ടുള്ള ഐഡിയോളജിക്കൽ സ്റ്റേറ്റ് അപ്പാരറ്റസ് ആയിട്ടാണ് സിനിമയെ കണക്കാക്കുന്നത്. ആൻഡ് മൂവീസൊക്കെ ഡോമിനൻ്റ് ഐഡിയോളജീസിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ നമുക്കിപ്പോൾ കാണുമ്പോൾ ഡോമിനൻ്റ് ഐഡിയോളജീസൊക്കെ നമുക്ക് ഇൻജെക്റ്റ് ചെയ്യാണ് എന്നൊന്നും നമുക്ക് ഫീൽ ആവില്ല.
but it is in the very structure of the cinema. And these cinematic experiences naturalizes these ideologies. Then we can discuss the role of the spectator. Viewer is placed in a passive, almost hypnotic relationship with the film. This engagement is described as subliminal identification. നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് വ്യൂവർ ആ സ്ക്രീനിൽ കാണുന്ന ഫിഗറിനെയായിട്ട് തൻ്റെ സെൽഫ് ഐഡൻറ്റിഫൈ ചെയ്യും. സ്ക്രീനിൽ കാണുന്ന മെയിൻ ക്യാരക്ടറിനെയായിട്ട്, ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ, അതിനായിട്ടാണ് തൻ്റെ സെൽഫിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. സോ ആ പേഴ്സണ് കിട്ടുന്ന പ്ലഷറൊക്കെ വ്യൂവറിനും എൻജോയ് ചെയ്യാൻ കഴിയും. ഹി യൂസസ് ദി കൺസെപ്റ്റ് ഓഫ് മിറർ സ്റ്റേജ് ബോറോഡ് ഫ്രം ലക്കൻ. നമ്മളിങ്ങനെ ഈ ഐഡൻറ്റിഫിക്കേഷനെ ലക്കാൻ്റെ മിറർ സ്റ്റേജുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. മിറർ സ്റ്റേജിൽ ആ കുട്ടി മിററിൽ കാണുന്ന ഇമേജിനെ ആയിട്ട് സ്വന്തം സെൽഫിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നില്ലേ, അതുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. സിനിമാറ്റിക് എക്സ്പീരിയൻസ് അലോസ് ദി സ്പെക്ടേറ്റർ ടു ഐഡൻറ്റിഫൈ വിത്ത് ദി സെൻട്രൽ ഫിഗർ ഓഫ് ദി ഫിലിം ഹൂ ഓഫൻ റെപ്രസെൻറ്റ്സ് ദി ഐഡിയൽ സബ്ജക്റ്റ്. ഒരു മൂവിയിലെ സെൻട്രൽ ഫിഗർ എപ്പോഴും ഐഡിയൽ ആൻഡ് പെർഫെക്റ്റ് ആയിരിക്കും അല്ലേ. ആളുടെ വിശ്വാസങ്ങളും ആൾ ചെയ്യുന്ന പ്രവർത്തികളായിരിക്കും എപ്പോഴും ശരി. ബാക്കിയൊന്നും അത്ര പെർഫെക്റ്റ് ആയിരിക്കില്ല. ബാക്കി എല്ലാ ക്യാരക്ടേഴ്സിനും എന്തെങ്കിലുമൊക്കെ ഒരു ഫ്ലോ ഉണ്ടായിരിക്കും. ബട്ട് ദിസ് ക്യാരക്ടർ ഈസ് ദി ഐഡിയൽ വൺ. സോ ആൾ വിശ്വസിക്കുന്ന കാര്യങ്ങളും ആളുടെ ഒപ്പീനിയൻസും എല്ലാം ശരിയാണെന്നാണ് മൂവിയിലൂടെ കാണിക്കുക. സോ ഈ വ്യൂവർ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ആ ക്യാരക്ടറിനെ ആയിട്ടാണ്. സോ ആളുടെ എല്ലാ ഐഡിയോളജീസും അറിയാതെ ഈ വ്യൂവറും കൂടി അബ്സോർബ് ചെയ്തെടുക്കുകയാണ്. സിനിമ ഒരു ബെസ്റ്റ് ആൻഡ് പവർഫുൾ മെക്കാനിസം ആണെന്നാണ് പറയുന്നത്. എന്തിന്? റിയാലിറ്റീനെ കൺസ്ട്രക്റ്റ് ചെയ്യാൻ. റിയാലിറ്റീനെ കാണിക്കുകയല്ല, റിയാലിറ്റീനെ കൺസ്ട്രക്റ്റ് ചെയ്യുക. ഇന്നതാണ് ശരി, ബാക്കി തെറ്റാണ്. അങ്ങനെ ഡോമിനൻ്റ് ക്ലാസിൻ്റെ ഐഡിയോളജീസിനെ നന്നാക്കി കാണിക്കുക. അതിനൊരു ബെസ്റ്റ് മെക്കാനിസമാണ് സിനിമ. ഇത് അച്ചീവ് ചെയ്യുന്നതിന് ടെക്നോളജിക്കൽ എലമെൻറ്റ്സ് വളരെയധികം സഹായിക്കുന്നുണ്ട്. ഫ്രെയിമിംഗ് ഓഫ് ദി ഷോട്ട്, യൂസ് ഓഫ് എഡിറ്റിംഗ്, സിങ്ക്രണൈസേഷൻ ഓഫ് സൗണ്ട് ആൻഡ് ഇമേജ്, ഇതെല്ലാം ഐഡിയോളജീസ് ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദീസ് എലമെൻറ്റ്സ് ക്രിയേറ്റ് ആൻ ഇല്യൂഷൻ ഓഫ് കണ്ടിന്യൂറ്റി ആൻഡ് കൊഹറൻസ്. It is not a reflection of reality, but a construction of reality that supports certain power structures. Then, role of camera. Camera itself becomes a stand-in for the viewer's gaze. ക്യാമറ എന്ന് പറയുന്നത് വ്യൂവറിൻ്റെ ഗെയ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ എന്ത് കാണണം എന്ന് തീരുമാനിക്കുന്നത് ആ ക്യാമറയാണ്. ക്യാമറയുടെ കണ്ണുകളിലൂടെയാണ് നമ്മൾ ആ കാര്യം കാണുന്നത്. ക്യാമറ എവിടെ സൂം ചെയ്യുന്നോ അവിടെയല്ലേ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. അതുപോലെ ക്യാമറ വലിയ ഇമ്പോർട്ടൻസ് ഇല്ലാതെ കൊടുക്കുന്നതിന് നമ്മൾ ശ്രദ്ധിക്കുക പോലുമില്ല. ഒബ്ജക്റ്റിവിറ്റി ഈസ് ഇല്യൂസറി. ക്യാമറാസ് മൂവ്മെൻറ്റ്, ചോയ്സസ് ആൻഡ് കട്ട്സ് ആർ ഓൾ കോൺഷ്യസ്ലി സ്ട്രക്ചേർഡ് ടു കൺവേ പെർട്ടിക്കുലർ നറേറ്റീവ്. ഈ കാര്യങ്ങളെല്ലാം കോൺഷ്യസ് ആയിട്ട് സ്ട്രക്ചർ ചെയ്തിട്ടുള്ളതാണ്. എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള പേർപ്പസ് ഉണ്ട്. ആ നറേറ്റീവിനെ, ആ മൂവിയുടെ എല്ലാത്തിനെയും സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയായിരിക്കും ഈ ഓരോ കാര്യങ്ങളും സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ബട്ട് ഈ കാര്യങ്ങളൊന്നും വ്യൂവേഴ്സ് ചിന്തിക്കുന്ന പോലുമില്ല. ഈ കാണുന്ന കണ്ടിന്യൂവിറ്റിയും ആ മൂവ്മെൻറ്റും എല്ലാം റിയാലിറ്റി കൺസ്ട്രക്റ്റ് ചെയ്യാണ്. സോ വ്യൂവറിൻ്റെ മൈൻഡിൽ എന്തായിരിക്കും? ഇതൊക്കെ റിയലാണ്, അങ്ങനെ താൻ തന്നെയാണ് ആ സ്ക്രീനിൽ, അങ്ങനെ സങ്കല്പിച്ചുകൊണ്ടാണ്, സങ്കല്പിക്കല്ല, ആ സമയത്തൊരു ഹിപ്നോട്ടിക് സ്റ്റേറ്റാണ്. അങ്ങനെയാണ് ആ മൂവി എൻഡ് ചെയ്യുന്നത് വരെയും അവരുണ്ടാവുക. എന്നാൽ ആ ഐഡിയോളജീസ് മൂവി എൻഡ് ചെയ്യുന്നത് വരെ ആവില്ല. അതിന് ശേഷവും ഐഡിയോളജീസ് വ്യൂവേഴ്സിൻ്റെ മൈൻഡിൽ അങ്ങനെ തന്നെ ഉണ്ടാവും. അത് ഇൻജക്റ്റഡ് ആയി കഴിഞ്ഞിട്ടുണ്ടാവും. ഡിസപ്പിയറൻസ് ഓഫ് ദി അപ്പാരറ്റസ് ഈസ് എ മെയിൻ തിങ് in the films. Technological mechanisms are deliberately hidden from the viewer's awareness. Because ഇപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ക്യാമറയും ഒക്കെ മൂവീസിൽ കാണിക്കുകയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ആ മൂവി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഇത് കിട്ടും, ഇതൊന്നും റിയൽ അല്ല, ഷൂട്ട് ചെയ്യുന്നത് നമ്മൾ കാണുകയാണ്. സോ ആ സാധനങ്ങളൊക്കെ ഒളിപ്പിക്കുന്നത് തന്നെ ആ റിയാലിറ്റീനെ
കൺസ്ട്രക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സിനിമ ഈസ് നോട്ട് മിയർലി ആൻ ആർട്ട് ഫോർ എൻജോയ്മെൻറ്റ് ബട്ട് എ പവർഫുൾ ഐഡിയോളജിക്കൽ ടൂൾ. വിചാരിക്കുന്ന പോലെ മൂവീസ് പ്യുവർലി എൻജോയ്മെൻറ്റിന് വേണ്ടി ഉണ്ടാക്കുന്നതല്ല. സെർട്ടൈൻ ഐഡിയോളജീസ് നമ്മുടെ മൈൻഡിലേക്ക് നമ്മൾ പോലും അറിയാതെ ഇൻജക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണ് സിനിമ. ഡോമിനൻ്റ് ഐഡിയോളജീസ്, അതായത് ബൂർഷ്വാസിൻ്റെ ഐഡിയോളജീസാണ് ഇൻജക്റ്റ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം പോയിൻറ്റ്സ് ആക്കിയിട്ട് വീഡിയോ സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് നോട്ട്സായിട്ട് എഴുതിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ എസ്സേയിലെ മേജർ പോയിൻറ്റ്സ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.